എയർ ഇന്ത്യ വിമാനത്തിൽ പക്ഷിയിടിച്ചതിനെ തുടർന്ന് പൂനെ ഡൽഹി സർവീസ് റദ്ദാക്കി. ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്ന് പൂനെയിലേക്ക് പുറപ്പെട്ട വിമാനത്തിലാണ് പക്ഷി വന്നിടിച്ചത്. യാത്രക്കാർക്ക് ബദൽ മാർഗം ഒരുക്കി നൽകുന്നുവെന്ന് എയർ ഇന്ത്യ. വിവരങ്ങൾ അർജുൻ പീതാംബരൻ നൽകും. അർജുൻ, യാത്രക്കാർക്ക് പകരം സംവിധാനം ഏർപ്പാടാക്കി നൽകിയോ? എപ്പോഴായിരുന്നു ഈ സർവീസ് റദ്ദാക്കിയത്? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പൂനെയിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങേണ്ടിയിരുന്ന വിമാനമാണ്. അതായത് ഡൽഹിയിൽ നിന്നും പൂനെയിലേക്കുള്ള സർവീസ് നടത്തി അതിനുശേഷം തിരിച്ചു വരേണ്ട സർവീസാണ് റദ്ദാക്കിയത്. ഈ വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് മറ്റ് തൊട്ടടുത്തുള്ള വിമാനങ്ങളിൽ ഈ യാത്രക്കാർക്ക് എല്ലാവർക്കും ഡൽഹിയിലേക്ക് തന്നെ മടങ്ങിയെത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഏർപ്പാടാക്കി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ തൊട്ടടുത്ത വിമാനങ്ങളില്ലെങ്കിൽ അവരെ സുരക്ഷിതമായി സൗകര്യപൂർവ്വം മറ്റൊരു ഹോട്ടലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് ഇപ്പോൾ എയർ ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ പക്ഷി ഇടിച്ചത് വിമാനം പൂനെയിൽ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപാണ്, ലാൻഡിങ്ങിൻ്റെ സമയത്താണ്. പിന്നീട് ഇത് ഒരു സമ്പൂർണ്ണ ചെക്കപ്പിലേക്ക് വഴിവെച്ചു. എഞ്ചിന് വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ വിമാനം ഉപയോഗിച്ച് ഈ ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇനിയൊരു സർവീസ് വേണ്ട എന്നുള്ള തീരുമാനമായിരുന്നു എയർ ഇന്ത്യ എടുത്തത്. പ്രത്യേകിച്ചും നിലവിലുള്ള സാഹചര്യം എല്ലാം തന്നെ പരിഗണിച്ചും കൂടുതൽ സുരക്ഷാ പരിശോധന നടത്തിയതിനു ശേഷം മാത്രം ഈ വിമാനം ഇനി സർവീസ് നടത്തിയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് എയർ ഇന്ത്യ പോവുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൂനെയിൽ നിന്നും ഡൽഹിയിലേക്ക് ഉള്ള സർവീസ് ഇന്ന് റദ്ദാക്കിയത്. അതിന് പുറമെ 8 സർവീസുകൾ കൂടി ഇന്ന് എയർ ഇന്ത്യ റദ്ദാക്കിയിരുന്നു. 4 ആഭ്യന്തര സർവീസും 4 അന്താരാഷ്ട്ര സർവീസുമാണ്. ഇതെല്ലാം ഈ സുരക്ഷാ പരിശോധനയുടെ മെയിൻ്റനൻസ് വർക്കുകളുടെ ഭാഗമായിട്ട് തന്നെയാണ് റദ്ദാക്കിയിരിക്കുന്നതും. അത്തരത്തിലുള്ള ഈ യാത്രക്കാർക്ക് മറ്റ് സൗകര്യങ്ങൾ ആക്കി നൽകുന്നു എന്നുള്ള വിശദീകരണം എയർ ഇന്ത്യ നടത്തിയിരുന്നു. ശരി, എയർ ഇന്ത്യ വിമാനത്തിൽ പക്ഷി വന്നിടിച്ചതിനെ തുടർന്നാണ് ആ സർവീസ് റദ്ദാക്കിയത്. പകരം സംവിധാനം യാത്രക്കാർക്ക് ഏർപ്പാടാക്കി കൊടുക്കും.